നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ തോമസ് കെ ഉണ്ണിയാടൻ ചെറിയ ഭൂരിപക്ഷത്തിലാണ് തോറ്റുപോയത്. ഇത്തവണ കേരള കോൺഗ്രസിന് വേണ്ടി തോമസ് കെ ഉണ്ണിയാടൻ മത്സരിച്ചാൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ജയിക്കുമോ എന്ന ചോദ്യമാണ് ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൽ പങ്കെടുക്കുന്നത് 100 പേരാണ്. ഇനി അവരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ജയിക്കും. തീർച്ചയായും ജയിക്കും. UDF അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണത്. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ കൃത്യമായി പറയുന്നത്? അദ്ദേഹം നടത്തിയ ജനോപകാരമായ ഒരുപാട് പദ്ധതികളുണ്ട്. അതിന്റെ ഇതാണ് ഇപ്പോഴത്തെ MLA ആയാലും അവരൊക്കെ അനുഭവിക്കുന്നത്. അന്ന് അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളാണ് പൂർത്തീകരിക്കുന്നതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് തന്നെയാണ് സാധ്യത. ഉണ്ണിയാടൻ നല്ലൊരു വ്യക്തിയായിരുന്നു. ആദ്യമൊക്കെ നല്ല കാര്യം. ഇപ്പോഴുള്ള ആളായാലും നല്ലത് ഉണ്ണിയാടൻ തന്നെയാ. ഉണ്ണിയാടൻ വരാനാ 90%. അതെന്തുകൊണ്ടാ 90% പറയാം? അയാള് നല്ലൊരു വ്യക്തിയാണ്. ആണോ? അയാൾ നല്ല വ്യക്തി എന്തുകൊണ്ടാ പറയുന്നത്? പല കാര്യങ്ങളും ചെയ്യും ആള്, നടപ്പാക്കും. കാര്യം ചെയ്ത് കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ആള് നടത്തിയിട്ടുണ്ടോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ മിക്കവാറും ജയിക്കുന്ന ആളാണ് ആള്. ആണ്. വിഷമാണ്. വിഷമാണ്. എന്തുകൊണ്ടാ വിഷമം എന്ന് പറയുന്നത്? വിഷമം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്യണ്ടേ? അതന്നെ. വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. ആണല്ലേ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത? ആളിവിടെ ഇരിഞ്ഞാലക്കുടലിന് വേണ്ടി കണ്ടമാനം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആണോ? ഒത്തിരി കാര്യങ്ങള്. ഇവിടെ റോഡുകൾ കുറെ നന്നാക്കിയിട്ടുണ്ട്. ഉള്ളമണിക്ക് ക്ഷേത്രത്തിന് വേണ്ടി കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവെ ഏതൊരു പൈസ ഉള്ളവനെ പൈസ ഇല്ലാത്തവനായാലും ആര് എന്നുള്ള അയാള് തിരസ്കരിക്കില്ല. ആണോ? എല്ലാവരും അയാൾ മെയിൻ ചെയ്യും. ആണോ? ആൾക്കാർ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ കാണുന്ന ആളാ. കഴിഞ്ഞ 3 തവണ അങ്ങേരി MLA ആയിട്ടിരുന്നു. ഒരു തവണ എപ്പോഴും ഒരാൾ ജയിക്കണമെന്നില്ലല്ലോ. പക്ഷെ അങ്ങേരി ഇരുന്നിടത്തോളം, MLA ആയിട്ട് ഇരുന്നിടത്തോളം നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ സപ്പോർട്ടീവായിരുന്നു. നല്ലൊരു ഹൃദയമുള്ളൊരു മനുഷ്യനാണ്. ആരും എപ്പോൾ ചെന്നാലും വീട്ടിൽ എന്ത് പരാതിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാലും സ്വീകരിക്കാൻ വളരെ തയ്യാറുള്ള ആളാണ്. നല്ലൊരു മനസ്സിനോടൊന്നാണ്. ഓക്കെ. തോന്നുന്നില്ല. ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെയാണ്. ജയിക്കും. എന്തുകൊണ്ടാ? അയാൾ ഉണ്ടായിരുന്ന അത്രയ്ക്ക് വികസനമൊന്നും അയാൾ പോയതിനു ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ആളുണ്ടായിരുന്നപ്പോ എല്ലാവർക്കും രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെല്ലുമ്പോ പാർട്ടി സെക്രട്ടറിയും മറ്റുള്ളവരെയൊക്കെ എഴുത്ത് വേണം. ഇപ്പോഴത്തെ മന്ത്രിയുടെ അടുത്തേക്കും MLA അടുത്തേക്കും പോകണമെങ്കിൽ ഓരോരുത്തരെ എഴുത്ത് വേണം. അന്ന് അതൊന്നും വേണ്ട. ഏത് രാഷ്ട്രീയക്കാരനും ആളുടെ അടുത്ത് പോയ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. ഉണ്ണിയാടൻ ആദ്യം ഇവിടെ പ്രവർത്തിച്ചതല്ലേ, നല്ല വ്യക്തിയാണ്. ചിലപ്പോ സാധിക്കായിരിക്കും. എന്തുകൊണ്ടാ നല്ല വ്യക്തിയാണ് സാധിക്കുമായിരിക്കും? ആൾക്ക് അങ്ങനെ ഇന്നൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ കാണുന്ന ആളാ. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യും ആള്. ആണോ? അത് എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ആള് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങള് ജയിക്കുന്നു പറയുന്നു. ആള് ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങള്. അപ്പൊ ചെയ്യും, അതുപോലെ ചെയ്യും, ആള് ജയിക്കും എന്നുള്ള ഉറപ്പും ഞങ്ങൾക്ക് ഉണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ആളെ പ്രവർത്തനങ്ങൾ നല്ലായിരുന്നു. ആള് വർക്ക് ചെയ്തിരുന്നു. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ ആള് വികസനത്തിന് ഫസ്റ്റ് മുന്നോട്ട് എടുത്ത ആളഞ്ഞു കൊടുത്ത. ആണോ? സിവിൽ സ്റ്റേഷനായാലും ഹോസ്പിറ്റലിന്റെ ആയാലും കാണാനുള്ള വികസനത്തിനും മുൻകൈ എടുത്ത ആളന്നെയാണ്. ആൾ വരണം. തോമസ് ഉണ്ണിയാടൻ മത്സരിച്ച് ജയിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ? കാരണം ബിന്ദു ടീച്ചർ ഇവിടെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചാ സാധ്യത കുറവാണ്. അത് ജയിക്കുന്നത് ഞങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് നല്ലോണം ഉപകാരം ചെയ്തിട്ടുണ്ട്. എന്ത് ഉപകാരം ചെയ്തേ? ഞങ്ങൾക്ക് കാര്യം ഇട്ട് തന്നിട്ടുണ്ട്. എന്റെ ഭർത്താവ് സുഖമില്ലാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഭർത്താവൊക്കെ മരിച്ചു. അപ്പൊ അങ്ങനെ നല്ല ആള് ചെയ്യുള്ള ഇവിടെ കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിക്കുന്നത്. ഒരുവിധം ജയിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ഒരു പല കാര്യങ്ങളും നല്ല ഇവിടെ ചെയ്തിട്ടുണ്ട്. ആണോ? എന്തൊക്കെയാ ചെയ്തത്? നിങ്ങൾ കുറച്ച് വയസ്സായാലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് അറിയാലോ. എന്താ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ആരെ എപ്പോ വേണമെങ്കിൽ ഒന്ന് കാണാമെന്ന് സൗകര്യം. ആണോ? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും പറയുന്നത്? നല്ലൊരു മനുഷ്യനാണ് ആള്. നല്ലൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? എന്ന് വെച്ചാൽ കുറെ സോഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഉണ്ട്. തോമസ് ഉണ്ണിയാടൻ മത്സരിക്കണം, എന്നാലേ കാര്യങ്ങൾ ഉഷാറാവുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അന്ന് അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളുടെ പുണ്യം കൊണ്ട് അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ. അതിന്റെ പേരില് എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് നിങ്ങളുടെ കാഴ്ചപ്പാടില്? ആള് ഇവിടുത്തെ ഈ റോഡ് വികസനത്തിനും മറ്റുള്ളവരെ ഓരോരോ കാര്യങ്ങളും ചെയ്തു വെച്ചൊരു വ്യക്തിയാ.
അതുപോലെ ബസ് സ്റ്റാൻഡുകളും മറ്റുള്ള ഇതുകളൊക്കെ അതിനൊക്കെ മറികടക്കാൻ പറ്റില്ല. പറ്റില്ല. ആ. അതുകൊണ്ടാ പറ്റില്ല പറയണേ. അതുകൊണ്ടാ പറ്റില്ല പറയണേ. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് അത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് കാരണം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ഞാൻ. തോമസ് ജയിക്കാൻ സാധ്യതയുണ്ടോ? ആരെ? തോമസ് ഉണ്ണിയാണ്. അതിൽ പറഞ്ഞത് ഇല്ല. ഇത് സാധ്യത കുറവാണ്. സാധ്യത കുറവാ. ഉണ്ണിയാടൻ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു MLA എന്നുള്ള നിലയ്ക്ക് ആ ലാളിത്യം അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷനുകളിലും വരിക അതുപോലെ തന്നെ ചെറിയൊരു വലിയൊരു ഇല്ലാത്തൊരു വിവേചനമില്ലാത്തൊരു പെരുമാറ്റം. ഇറ്റ്സ് വെരി ഗുഡ്. നല്ല MLA ആയിരുന്നോ അയാള്? ആസ് എൻ MLA സാധാരണക്കാർക്ക് ഒരു പരിധികളുണ്ട് പല കാര്യങ്ങളിലും, പക്ഷെ സാധാരണക്കാർക്ക് എന്നും ഇഷ്ടപ്പെട്ടൊരു MLA. അതും പറയാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് നാളായാലും ആൾ ഒഴിഞ്ഞു നിൽക്കണ് രാഷ്ട്രീയ പതിവിന്ന്. ഇനി രണ്ടാമത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ചിലപ്പോൾ വരാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു ലേശം ഗ്രിപ്പിംഗ് ഉണ്ടല്ലോ. ആ നില വെച്ച് ചിലപ്പോൾ ആൾക്ക് ചാൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനിയിപ്പോ നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആളെ ജനങ്ങളോടുള്ള ഇത് പോയി, കോൺഗ്രസിനോടുള്ളത് പോയി. അപ്പോ ആള് കോൺഗ്രസ് ആണല്ലോ, ഞങ്ങൾ അടുത്ത വർഷമാണ് ഞാൻ CPM-കാരനാണ്. ജയിക്കാൻ ഒരു നിലയ്ക്ക് സാധ്യതയില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ ആദ്യത്തെ തവണ ആള് ജയിച്ചത് തന്നെ ഒരു ചെപ്പടി വിദ്യ കൊണ്ട് ജയിച്ചതാ. ഒരു 450 വോട്ട് ജയിച്ചതെന്ന് വെച്ചാൽ വേറൊരു T ശശീരൻ നടത്തി 2800 വോട്ട് പിടിച്ചുകൊണ്ട് ജയിച്ചു കയറിയതാ. പിന്നെ ആ ജയിക്കാൻ സാധ്യതയുണ്ടോ? ഒരു നിലയ്ക്ക് സാധ്യത. കാരണം വെച്ചാൽ ഈ ഇവിടുത്തെ വികസനം ഇരിഞ്ഞാലക്കുട നിങ്ങൾ നോക്കുക, മുനിസിപ്പൽ റോഡ് ഒഴികെ ബാക്കിയുള്ള റോഡുകളൊക്കെ നോക്കുക. അതെ, ഷുവറായിട്ട്. ഷുവർ. എന്തുകൊണ്ടാ ഷുവർ എന്ന് പറയുന്നത്? ആള് നല്ല മനുഷ്യൻ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആള്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ 2 പ്രാവശ്യം തോറ്റു, കാര്യമായിട്ട് തോറ്റുള്ളതാ. ഈ പ്രാവശ്യം നല്ല ചാൻസ് ഉണ്ട്. ഇവിടുത്തെ അനുകൂല ഘടകത്തിൽ ആള് ജയിക്കാൻ 90% നല്ല ജയിക്കാൻ സാധ്യത ആണോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത ഇത് കോൺഗ്രസ് മണ്ഡലമാണ്. ഒരുവിധം കോൺഗ്രസിനാണ് ഇതുവരെ ഒരുവിധം വിജയങ്ങൾ ഇവിടെ ലഭിച്ചേക്കുന്നത്. ഇപ്പോ ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞതിലും നമ്മുടെ നഗരസഭ മുനിസിപ്പാലിറ്റി ഇലക്ഷനിലും വിജയിച്ചത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അങ്ങൊരു നല്ലൊരു മനുഷ്യനാണ്, നാടിന് വേണ്ടി എല്ലാം ചെയ്യും. ആണോ? നല്ല മനുഷ്യനാണോ? നല്ല മനുഷ്യൻ. നിങ്ങൾക്ക് എങ്ങനെ നല്ല മനുഷ്യനെന്ന് വിലയിരുത്താൻ കഴിഞ്ഞത്? അങ്ങോരിപ്പോ എന്തെങ്കിലും സഹായത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അങ്ങോരെ കൊണ്ട് ആയത് ചെന്ന് ചെയ്തു. ആണ്. ജയിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അത്യാവശ്യം അറിയാം ആള് വന്നാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ആണോ? നിങ്ങളുടെ അറിവ് എങ്ങനെയാ? എന്റെ അറിവാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അയാള് മനുഷ്യനായിട്ട് എല്ലാവരും നല്ല സമീപനമാണ്. ആണോ? മനുഷ്യരുടെ സമീപനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രാക്ടിക്കലായിട്ട് എല്ലാവരേക്കാളും നല്ല സമീപനമൊക്കെ ആയിരുന്നു. പക്ഷെ വലിയ സാധ്യത കുറവാണ്. സാധ്യത കുറവാ. എന്തുകൊണ്ടാ സാധ്യത കുറവെന്ന് പറയുന്നത്? സത്യം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം മൊത്തമായിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താലല്ലേ മനുഷ്യന് പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെടും. സാധ്യത കുറവാ. സാധ്യത കുറവാ. ജയിക്കണം. എന്നാ അങ്ങൊരു MLA എന്നുള്ള നിലയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. അതിന്റെ പേരിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ആള് ജയിക്കും. തോമസ് ഉണ്ണിയാടൻ നല്ല വ്യക്തിയാണ്, അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അയാള് ആ MLA ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ നാടിന് മണ്ഡലത്തിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ട് അങ്ങനെയൊക്കെയാണല്ലോ ജയിക്കാൻ സാധ്യത. അല്ലാതെ ഇപ്പോ നാട്ടുകാരെ ഇറക്കണമെന്ന് ജയിക്കാൻ സാധ്യത എന്ന് പറയാൻ പറ്റില്ലല്ലോ. ജയിച്ചില്ല ആള്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അത് ആൾക്ക് ഇരിഞ്ഞാലക്കുട വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ പേരിന് തനിമാന്ന് പറഞ്ഞൊരു പരിപാടി മാത്രം നടത്തിയിട്ടുണ്ട്. ജയിക്കില്ല പറയണേ? ജയിച്ചില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിക്കണം, പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഇതിൽ അയാൾ വിജയിക്കും. അതെന്തുകൊണ്ടാണ് അയാൾ വിജയിക്കട്ടെ എന്ന് പറയുന്നത്? അത് അയാളേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല ഇതുണ്ടെന്ന് തോന്നണത്. ജയിക്കാതിരിക്കില്ല, കാരണം കുറെ കാലമായിട്ടുള്ള ആളല്ലേ. അതെന്തുകൊണ്ടാ ജയിക്കാതിരിക്കില്ല? നല്ല ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. ആണോ? നല്ല ആളാണോ അദ്ദേഹം? കുഴപ്പമില്ല, നമുക്കൊക്കെ സഹായമൊക്കെ ചെയ്തിട്ടുള്ള ആളാ. എങ്ങനെ? നമുക്ക് പോയാലും എന്തെങ്കിലും കാര്യം സംസാരിച്ചാലും കുഴപ്പമില്ലാണ്ടൊക്കെ സംസാരിക്കുന്ന ആളാ. ആണോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത? ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ആണോ? എന്താണ് ഒന്ന് സിസ്റ്റർ പറയാമോ? ഒന്ന് പറയാമോ പ്രവർത്തനങ്ങൾ? എനിക്ക് അങ്ങനെ തോന്നിയേക്കണേ. ആണോ? ജയിക്കില്ല എന്നുള്ള 100% ഉറപ്പാണ്. അതെന്തുകൊണ്ട് 100% ഉറപ്പ് പറയാം? അങ്ങോരൊന്നും ചെയ്തിട്ടില്ല അതിന് വേണ്ടിട്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ജയിക്കേണ്ടതാണ് ശരിക്കും. അതെന്തുകൊണ്ടാ ജയിക്കേണ്ടതാണെന്ന് പറയാം? ആള് കാരണം എന്ന് വെച്ചാല് ആള് നല്ല കാര്യങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ട് കുറെ കാലം നേരത്തെ. ഇപ്പൊ ഇനിയിപ്പോ ജയിക്കും, എന്തായാലും ജയിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അദ്ദേഹം നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഒരാളായിരുന്നു ഇവിടെ. എന്തുകൊണ്ടാ ജയിക്കും എന്നുള്ള വിശ്വാസം പറയുന്നു? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ആളുകൾ തിരിച്ചറിഞ്ഞ് ബാക്കി ഒരു കമ്പാരിസൺ വരുമ്പോൾ
90% ആള് ജയിക്കാൻ ചാൻസ് ഉണ്ട്. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കുന്നു എന്ന് പറയുന്നത്? ആളുടെ പ്രവർത്തനം നല്ലതായതുകൊണ്ട്. ആണോ? ആളെ എങ്ങനെയാണ് ആള്? ആള് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആണോ? ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ആള് നല്ല ആളാണ്. ആണോ? ആള് നല്ല ആളെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആള്. ആണോ? ജയിക്കണം എന്നാണോ താങ്കൾ, അല്ലെങ്കിൽ ജയിക്കുമെന്നാണോ? ജയിക്കും. 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 എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? നല്ല ആളാണ് ആള്. ആണോ? നല്ല ആള് എന്ന് പറയുമ്പോ എന്തുകൊണ്ടാ നല്ല ആള്? നല്ല പ്രവർത്തനമൊക്കെ ആണോ? നല്ലതാ. ആണോ? എങ്ങനെയാണ് ആളെ പേഴ്സണലി പരിചയമുണ്ടോ? അല്ലില്ല, ഇവിടെ വന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ആളെ. ആണോ? ആളെങ്ങനെയാ? കുഴപ്പമില്ല, നല്ല ആളാ. ആള് നിന്നാലും നല്ലോണം വോട്ട് പിടിക്കും. എന്തുകൊണ്ടാ നല്ലോണം വോട്ട് പിടിക്കുന്നു പറയുന്നത്? ആള് ജനകീയനായിട്ടുള്ള ഇവിടെ ഒരു MLA ആയിരുന്നു. വളരെ ജനകീയ പ്രശ്നങ്ങൾ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ആളാണ്. എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയത്. അത് ഇപ്രാവശ്യം കവർ ചെയ്യോ? പ്രാവശ്യം കവർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറേ കൂടിയും താല്പര്യം ഉണ്ട് ആളെ എന്നുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെയാണ് പൊതുവെ ഒരു സംസാരം കാണുന്നത്. സാധ്യത കുറവ്. എന്തുകൊണ്ടാ സാധ്യത കുറവെന്ന് പറയുന്നത്? കഴിഞ്ഞ ബിന്ദു ടീച്ചറുടെ വികസനം നന്നായിട്ടുണ്ടായി കഴിഞ്ഞ വർഷം. ടഫായിരിക്കും മത്സരം. ജയിക്കാൻ സാധ്യത ഉണ്ടോ? 1-2 പ്രാവശ്യം അടുപ്പിച്ച് നല്ല ടഫ് തന്നെയായിരിക്കും. നല്ല ശ്രമം തന്നെ വേണ്ടി വരും. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. LDF മാറണം. എന്തുകൊണ്ടാ അങ്ങനെ മാറണം എന്ന് പറഞ്ഞു? നമ്മൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ ദിവസം കണ്ടുകൊണ്ടിരിക്കണം. ഭരണമാറ്റം ശരിക്കും ഇരിങ്ങാലക്കുടയിൽ ആവശ്യപ്പെടുന്നുണ്ടോ? ഭരണമാറ്റം വേണം. തോമസ് ഉണ്ണിയാടൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? തോമസ് ഉണ്ണിയാടൻ നിന്നാ ഇങ്ങനെയൊക്കെ UDF ജയിക്കും എന്നാണ് ഇവിടെ. BJP നല്ലൊരു മുന്നേറ്റം തരും ഇവിടെ. നല്ലൊരു മുന്നേറ്റം BJP ഉണ്ടാവും. ഞാൻ ഒരു BJP കാരനായതുകൊണ്ട് പറയുന്നല്ല, BJP നല്ലൊരു മുന്നേറ്റം ഇവിടെ ഉണ്ടാവും. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ആളെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ്സുകാരനാണ്, മാണി ഗ്രൂപ്പുകാരനാണ്. അതുകൊണ്ട് സാധ്യതയുണ്ട്. ആള് നല്ല സ്മാർട്ടാണ്. എല്ലാവരുമായിട്ട് സംസാരിക്കാനും എല്ലാവരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ആളാണ്. ജയിക്കേണ്ടതാണ്. ജയിച്ചാൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാ ഉപകാരം ഉണ്ടാവും എന്ന് പറയുന്നത്? മുമ്പ് ജയിച്ചപ്പോൾ കുറെ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ആൾ ചെയ്തിട്ട് ഇരുന്നോടേക്ക് വേണ്ടി. ആണോ? അപ്പൊ അതിന്റെ ഒരു സ്മരണ നമുക്കുണ്ട്. അതുകൊണ്ട് വരണം എന്നാണ് പറയുന്നത്. വരണം. 15 കൊല്ലം MLA ആയിരുന്ന കാലത്ത് നല്ല പ്രവർത്തനമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്. അദ്ദേഹം അദ്ദേഹം നിന്നതാണ്. ഞാൻ ഇപ്പോ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഇപ്പൊ ഭരണം 10 കൊല്ലം മാറി നിന്നില്ലേ, അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മത്സരിക്കാൻ അല്ല വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിലാണോ നിൽക്കുന്നത് ആ മുന്നണിയുടെ പിന്തുണ ആദ്യം മേടിക്കണം. അദ്ദേഹത്തിന് ഇവിടെ പേഴ്സണലായിട്ട് കുറേ വോട്ടുണ്ട്. അല്ല, ഇപ്പോൾ 10 കൊല്ലത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ ഇരിങ്ങാലക്കുട എന്നല്ല കേരളത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല. പുണ്യനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആണോ? എന്തുകൊണ്ടാ? അതെന്ന് വെച്ചാൽ വലിയ ആക്ഷേപങ്ങളൊന്നും ഇവിടെ അദ്ദേഹത്തെ ഉണ്ടാക്കിയിട്ട് അറിവില്ല. അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടോ? അതൊരു ഇപ്പോഴത്തെ അന്തരീക്ഷം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിനെ പറ്റി വ്യക്തിപരമായി നല്ല അഭിപ്രായമാണ്. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും പറയുന്നത്? ആള് കൊറേ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒന്ന് പറയാം? ആളുടെ ഫാനാണ്. ആളുടെ ഫാനാണോ? ഭയങ്കര ഇഷ്ടം. എന്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട്. ആണോ? കല്യാണത്തിന് വന്നിട്ടുണ്ടോ? അപ്പൊ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആളൊന്നും പരോപകാരിയാണ്. ആണോ? അദ്ദേഹത്തെ പേഴ്സണലി അറിയുന്ന ആളാണോ? അറിയാം. ആളെങ്ങനെയാ? എന്റെ ചേട്ടനായിട്ട് അറിയാം. ആളെങ്ങനെയാ? നല്ല മനുഷ്യനാണ്. സാധ്യത കുറവാണ് കാണുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? പൊതുജനസമ്മതി അങ്ങനെയാണ് ഇപ്പോ. സാധ്യത കുറവാണെന്ന് പറയാം. സാധ്യത കുറവാണെന്ന് അഭിപ്രായം കേൾക്കുന്നത്. ആണല്ലേ? എന്റെ അഭിപ്രായത്തിൽ ജയിക്കണം. എന്തുകൊണ്ടാ എന്റെ അഭിപ്രായം ജയിക്കണം? അയാൾ നല്ലൊരു മനുഷ്യനാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആണോ? മറ്റേ ബിന്ദു തൊള്ള ചോദ്യമൊക്കെ വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാണ്. അത് അങ്ങനെ പറഞ്ഞതിന്റെ ഇവിടെ കരുവന്നൂര് പ്രശ്നത്തില് ഒരാൾക്ക് സുഖമില്ലാണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ചികിത്സ കിട്ടുമെന്ന് പറഞ്ഞു. അവര് അമേരിക്കയിലും മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പോവാ. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ പറയാൻ പാടില്ല. ഒരു മന്ത്രിയല്ലേ. ജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങേരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേവലം ഒരു അരുൺ മാഷ് നിന്നിട്ട് പോലും അദ്ദേഹം പരാജയപ്പെട്ടു. ഇവിടെ അരുൺ മാഷ് ആരായിരുന്നു? അല്ല, മാർക്സ് പാർട്ടിയുടെ പുറത്തുനിന്നുള്ളത്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിന് പുറത്തുനിന്ന് വന്നിട്ട് പോലും അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ്. പിന്നെ ബിന്ദു മേഡം വന്നിട്ട് അവർ ജയിച്ചു. അപ്പോൾ ഉണ്ണിയാടൻ സാറിന്റെ പ്രവർത്തനം അത്തരത്തിൽ നല്ലതായിരുന്നില്ല. ഇവിടുത്തെ ഒരു ഡൗട്ടുണ്ട്. ജയിക്കില്ല. എന്തുകൊണ്ടാണ് ജയിക്കില്ല പറയണേ?
എന്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. സാധ്യതയുണ്ട് എന്റെ സാറാ. അതെന്തുകൊണ്ടാ ഒരു മാറ്റം വരട്ടെ സാറിന്. ആണോ? മാറ്റം വരണമെന്നാ പറയുന്നത്. എന്താണ് സാറ് നിങ്ങളെ സാറ് നല്ല സാറാ. സാറ് നിന്ന എല്ലാ വികസനം എല്ലാം ഉണ്ടാവും. ആണോ? ജയിക്കണം എന്നാ പറയുന്നത്. നല്ല മനുഷ്യനാ. ആണോ? നല്ല മനുഷ്യൻ എന്തുകൊണ്ടാ പറയുന്നത്? എല്ലാവർക്കും നല്ല ഉപകാരങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ മത്സരിച്ച ജയിക്കുവോ? ജയിക്കുമെന്ന് വിചാരിക്കാം. അതെന്തുകൊണ്ടാ ജയിക്കുമെന്ന് വിചാരിക്കുന്നു പറയുന്നത്? നല്ല പ്രവർത്തനം ആയതുകൊണ്ട്. ആണോ? ജയിക്കണം. അതെന്തുകൊണ്ടാ ജയിക്കണം എന്ന് പറയുന്നത്? ജയിച്ചിട്ടുണ്ട്. ആണോ? ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? 2-3 പ്രാവശ്യം ജയിച്ചാണല്ലോ ആള് ഇവിടെ. ജയിക്കുമായിരിക്കും എന്ന് പറയാൻ കാരണം ആളിപ്പോ ഇവിടെ ആദ്യം നിന്നപ്പോ കുറെ വികസനമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ. സ്കൂളുകൾക്കും ഒക്കെ ഞങ്ങൾ സംഗമേശ്വരിലെ ഞാൻ സംഗമേശ്വരിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വന്ന അവിടെയൊക്കെ കമ്പ്യൂട്ടർ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആള് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? അതുകൊണ്ട് പറയണത് സാധ്യത ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയും? ആദ്യമേ തൊട്ട് നല്ല മനുഷ്യനത് കേട്ടിട്ടുണ്ട്. ആണോ? ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാ? നല്ലൊരു മനുഷ്യനാണ്. അയാള് ജനങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ആണോ? അതുകൊണ്ടാണോ? അതുകൊണ്ട് തന്നെയല്ല, വേറെ പ്രവർത്തനങ്ങളൊക്കെ ആള് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ആണോ? സാധ്യതയില്ല. അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാ കഴിഞ്ഞ തവണ LDF ആണ് വന്നിരിക്കണേ. അപ്പൊ അത് കാരണം കൊണ്ട് ജയസാധ്യത കുറവാണ്. തോമസ് കെ ഉണ്ണിയാടൻ മത്സരിച്ച് ജയിക്കാൻ സാധ്യത ഉണ്ടോന്നാ? അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ജയിക്കുമായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ലൊരു നേതാവായിരിക്കും. ആണോ? അതെ. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയോ? പേഴ്സണലായിട്ടൊന്നും അറിയില്ല. പക്ഷെ കേട്ടിട്ടുണ്ടോ? ടിവിയിലും കാര്യങ്ങളൊക്കെ. എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? കുഴപ്പമില്ല, നല്ലൊരു നേതാവാന്ന് തോന്നുന്നു. ആണോ? ഇന്നത്തെ സാഹചര്യത്തിൽ ജയിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാ ചാൻസ് ഉണ്ട്? കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള ഒരു മുൻതൂക്കമുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെ പറയാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ്? ഞാനീ പറഞ്ഞ ഈ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആയിരുന്നു. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന സ്ഥിതിക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും അഭിപ്രായം പറയാനില്ല. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? നല്ല വ്യക്തിയാ. ആണോ? നല്ല വ്യക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഉപകാരമായിട്ടല്ല, ആള് നല്ല പ്രവർത്തനം. ആണോ? അതെ. ജയിച്ച നല്ലതായിരുന്നു. പറയാം. ജയിച്ചാൽ നല്ലതെന്ന് എന്തുകൊണ്ടാ പറയണേ? എന്തുകൊണ്ടാ? ആള് ഫസ്റ്റ് പറയാൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം ചെയ്തിട്ടാ പറയുന്നത്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ആളിവിടെ നിന്ന് 2 പ്രാവശ്യം ആണോ? സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാം? ആള് നല്ല പ്രവർത്തനമായിരുന്നു. ആണ്. ജയിക്കുന്നാണോ? അതെന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ഇത് നല്ല മനുഷ്യനല്ലേ? നല്ല മനുഷ്യനാണോ? അതെ. എനിക്കറിയില്ല, നിങ്ങൾ പറയണം. അതെ. നല്ല മനുഷ്യനാണോ? ആണ്. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യൻ? നല്ല മനുഷ്യനാ. ഇവിടെ ആദ്യം അങ്ങേരല്ലായിരുന്നത്. അതിലൊക്കെ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുള്ള ആളാ. എന്തുകൊണ്ട് നല്ല മനുഷ്യൻ എന്ന് പറയുന്നു? അങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ. ആണോ? കുഴപ്പമില്ല, ആള് മത്സരിക്കട്ടെ, എല്ലാവരും മത്സരിക്കട്ടെ. അല്ല, അതെന്താ കുഴപ്പമില്ല എന്ന് പറയുന്നത്? ആള് കുഴപ്പക്കാരനല്ല, മത്സരിക്കട്ടെ. അതെന്തുകൊണ്ടാ കുഴപ്പക്കാരനല്ല എന്ന് പറയുന്നത്? എന്ത് കുഴപ്പമില്ലാത്തോണ്ട് കുഴപ്പക്കാരനല്ല. ആണോ? എന്റെ ഒരു വോട്ട് ആൾക്ക് ചെയ്യും. ആർക്ക്? ഉണ്ണിയാളാണ്. അപ്പൊ ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അധികം ആളുകൾ വോട്ട് ചെയ്യുന്നവര് ജയിക്കും. നിങ്ങളെ വോട്ട് അദ്ദേഹത്തിനാണ്. എന്തുകൊണ്ടാ നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുന്നത്? ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അയാൾ UDF സ്ഥാനാർത്ഥിയെ ചെയ്യും. സാധ്യത കൂടുതലാണ്. കൂടുതലും എന്തുകൊണ്ടാ പറയുന്നത്? ആളുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാണ് നടന്നിരുന്ന മുമ്പൊക്കെ. അതുകൊണ്ട് സാധ്യത കൂടുതലാണ്. ജയിക്കാനുള്ള സാധ്യതയില്ല. എന്തുകൊണ്ടാ സാധ്യതയില്ല? അത് രാഷ്ട്രീയപരമായിട്ടൊക്കെ ആൾക്ക് പല എതിരാളികളുണ്ട്. ജയിക്കില്ല. കാരണം എന്താ വെച്ചാല് ഇവിടെ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കും. ഇത് 2ലെയാണ്. കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസിന് ഇവിടെ ശക്തിയില്ല. അതെന്തുകൊണ്ടാ ഉണ്ട് എന്ന് പറയുന്നത്? അദ്ദേഹം എങ്ങനെയാ? ആള് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ജയിക്കും എന്ന് പറയുന്നത്? അതെ. അതിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? കോൺഗ്രസ്സുകാർക്ക് എന്തായാലും ഇതൊരു പ്രിഫറൻസ് കൂടുതലുണ്ടല്ലോ. ആണോ? പ്രിഫറൻസ് കൂടുതലുണ്ടോ? തിരിഞ്ഞാലോടൊക്കെ ഏകദേശം അങ്ങനെ നിൽക്കാറുണ്ട്. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അറിയില്ല. എന്തുകൊണ്ട് അറിയാത്തെ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാത്തല്ല. എനിക്ക് അതിനെ പറ്റി പറയാനുള്ള ഉത്തരവില്ല. എന്തുകൊണ്ടാ? എനിക്ക് അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ല. എനിക്കറിയില്ല. എന്തോ അറിയാത്തെ? സാധ്യത ഉണ്ടോ അവിടെ? എനിക്ക് വ്യക്തമായൊരു പറയാൻ അറിയില്ല. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തരംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയിക്കും.
ജയിക്കും. കേരള കോൺഗ്രസ് അല്ലെങ്കിൽ അതെ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അങ്ങേര് മുൻപ് MLA ആയിരുന്നല്ലോ. അപ്പൊ എന്താ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സാധ്യത ഉണ്ടെന്ന് പറയുന്നത് നമ്മള് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തെ? നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അത് ആള് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം. ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം. ആണോ? എന്തൊക്കെ കാര്യം ചെയ്തിട്ടുണ്ട്? അതങ്ങനെ പറഞ്ഞെങ്കിൽ ഓർമ്മയില്ല കള്ള ജയിക്കായിരിക്കും. അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എനിക്ക് ആളായിട്ട് പേഴ്സണലായിട്ട് ഇവിടെ ഞാൻ വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ ആളുടെ പ്രവർത്തനം ഒന്നും അങ്ങനെ അറിയില്ല. ആണല്ലേ? ജയിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ ആള് നല്ല പ്രവർത്തനമാണ് ആളുടെ. ആണോ? എന്തുകൊണ്ട്? എന്ത് പ്രവർത്തനമാണ്? ഇപ്പോഴത്തെ ഇതില് ആള് ഇപ്പൊ നിക്കണില്ലേ, പക്ഷെ പണ്ട് നല്ലോണം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ടോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ആളാ ഇവിടെ ഭരണ സമയത്ത് വലിയ കുഴപ്പമുണ്ടായില്ലേ. ആണോ? സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യത ഉണ്ടോന്ന് വെച്ചാൽ 2 പ്രാവശ്യം തോറ്റല്ലേ. ഇപ്പൊ ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു? ആളെ മുന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്താർന്നല്ല. എങ്ങനെയുണ്ട്? മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു? മുമ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. വെച്ചാൽ അത്രയധികം ഡെവലപ്മെന്റ് ഇരിങ്ങാലക്കുടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഭരണം നല്ല ഭരണം എന്ന് ഞാൻ പറയണം. എന്തുകൊണ്ടാണ് നല്ല ഭരണം എന്ന് പറയുന്നത്? നല്ല ഭരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള വിഷയം, ജനങ്ങളെ ബാധിക്കുന്ന കാര്യം. അത് റോഡായാലും ഹോസ്പിറ്റലായാലും മറ്റു സൗകര്യങ്ങളൊക്കെ വികസനം വേണ്ട രീതിയിൽ ഇരിങ്ങാലക്കുടയിൽ വന്നിട്ടുണ്ട്. അയ്യോ, എനിക്ക് അങ്ങനെ ചോദിച്ചൊരു പിടിയില്ല. ഇവിടുത്തെ നിങ്ങളുടെ MLA ആയിരുന്നു. മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത ഉണ്ടോ? എനിക്കിപ്പോ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? പിന്നെ അറിയില്ല, എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഉൾപ്പെട്ടിട്ടുള്ള ആളല്ല, അതുകൊണ്ട് രാഷ്ട്രീയത്തിലൊന്നും അധികം അറിയില്ല. അതുകൊണ്ട് അറിയാൻ സാധ്യത കുറവാണ്. നേടാൻ ചാൻസ് കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? അതായത് പൊളിറ്റിക്കലി പറയുന്നതല്ല, ഇവിടെ ഇപ്പോ ആൾക്കൊരു ലാസ്റ്റത്തെ ഒരു 3 ക്വാർട്ടറിൽ ആള് ജയിച്ചല്ലോ. 3 ക്വാർട്ടറിൽ ജയിച്ചപ്പോൾ ഇനി ഒരു പുതുമുഖമായിട്ടുള്ള ഒരാൾക്കാരെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ജയിക്കില്ല, ഇരിങ്ങാലക്കുടയിൽ ജയിക്കില്ല. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാ തീർച്ചയായും പറയുന്നത്? കാരണം ഇപ്പൊ 3 പ്രാവശ്യം ജയിച്ചതാണ്. 2 പ്രാവശ്യം തോൽപ്പിച്ചാലേ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരൻ. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ് ഒരു പ്രാവശ്യം MLA നിന്നു കുട്ടി. MLA ആൾക്കാർ നിർത്തല്ലേ, കാരണം 25 വെച്ചു. സ്ഥാനം കഴിഞ്ഞു. ഇപ്പം ചെയർമാനായില്ലേ, ചെയർമാൻ സ്ഥാനം പോവും. 6 മാസം പുറത്താവും. എന്റെ ഇതിൽ കുറവാ. എന്തുകൊണ്ടാ? ആള് നല്ല സമയത്ത് നല്ല രീതിയിൽ ആള് നോക്കിയിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ പൊതുവെ അഭിപ്രായം ഇനി ഇത്തിരി യുവതലമുറയ്ക്ക് കൊടുക്കട്ടെ. അതെ, ആ പാർട്ടിയിൽ തന്നെ ചെറുപ്പക്കാരനെ അവർക്ക് കൊടുക്കുക. ശരി, ഞാനും ഉദ്ദേശിക്കുന്നു. ജയിക്കുന്നു പ്രതീക്ഷിക്കുന്ന. എന്തുകൊണ്ടാ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പ്രവർത്തനം കുഴപ്പമില്ല. ആണോ? അതെ, ആളുടെ ഇത് പ്രവർത്തനം കുഴപ്പമില്ല, നല്ല പ്രവർത്തനമാണ്. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? ആണോ? അത് പ്രവർത്തനം കൊണ്ടാണോ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ആണോ? അതെ. അത് എന്താ പറയാ, സംശയമാണ്. സംശയമാണ്. എന്തുകൊണ്ടാ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒപ്പീനിയൻസ് അങ്ങനെയാണല്ലോ. അപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ജയിക്കുമോ? ഞാൻ ആ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടാവോ? ഇല്ല, എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ലാത്ത ആളെങ്കിൽ അതിനെ കുറിച്ച് അറിയില്ല. ആണോ? അതുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. കുറെ തവണ ജയിച്ചിട്ടുണ്ടല്ലോ. ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? ആളുടെ പ്രവർത്തനമൊക്കെ നല്ലതാ. അത് ആണോ? നല്ലതെന്ന് പറയുമ്പോ കുറെ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മുന്നേ ജയിച്ചിട്ട്. എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. എന്തുകൊണ്ടാ അറിയാത്തെ? നിങ്ങളുടെ MLA അല്ലേ? MLA, പക്ഷെ ഞാനിവിടെ ഇപ്പൊ ഇന്നലെ വന്നിറങ്ങിയിട്ടില്ല. അതിന്റെ പേരിൽ അതിനെ കൂടുതൽ അറിയില്ല. എനിക്ക് രാഷ്ട്രീയം അറിയില്ലാണ്. ആണോ? എന്തുട്ട് രാഷ്ട്രീയത്തെ? അദ്ദേഹത്തെ അറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമോ? അറിയാം. ആള് നല്ല മനുഷ്യനാണ്. ആണോ? ആള് നല്ല മനുഷ്യനാണെന്നോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? നല്ലൊരു വ്യക്തിയാന്ന് അറിയാവുന്ന ആൾക്കാരുടെ. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ആൾക്കതിനുള്ള പിടിപാടുണ്ട് ഇവിടെ. ആണോ? പിടിപാടുണ്ടെന്ന് പറയുന്നത്? പിടിപാട് മീൻസ് ആള് ഇത്രയും വർഷം 3 പ്രാവശ്യം ജയിച്ചു പോയതല്ലേ. ജയിക്കും. നോ ചാൻസ്. എന്തുകൊണ്ടാ നോ ചാൻസ് എന്ന് പറയുന്നത്? അങ്ങനെ തന്നെ. ആണോ? ജയിക്കില്ല? ജയിക്കാൻ സാധ്യതയില്ല. ജയിക്കണം. എന്തുകൊണ്ടാ ജയിക്കണം എന്ന് പറയുന്നത്? അങ്ങനെ ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് അങ്ങനെ ജയിക്കണം. അദ്ദേഹത്തെ അറിയോ നിങ്ങൾക്ക്? ആള് കുഴപ്പമില്ല, നല്ലൊരു ഇതാ. അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജയിക്കാൻ സാധ്യത ഉണ്ടോ? ആദ്യക്ക് ഇപ്പോഴത്തെ കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താ നമ്മള് വിചാരിക്കണവരല്ല ജയിക്കുന്നു. മാറ്റം വരുന്നത് നല്ലതാ ഇടയ്ക്ക്. അത് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, അല്ലാണ്ട് കാര്യമില്ല. ഒരു വിജയിച്ചു പോയി അവരെ കാര്യം നോക്കിയിരുന്ന പിന്നെ നമുക്ക് പാവങ്ങൾക്ക് ഒരു കാര്യമില്ല. ഉള്ളിയാളെ മത്സരിച്ച് ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കുന്നു വിചാരിക്കപ്പോ ഒരു മാറ്റത്തിന് വേണ്ടി ചിലപ്പോ ആൾക്കാര് ചെയ്തുകൂടാന്നില്ല.
നല്ല മനുഷ്യനാണ് ആണോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്താണ് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്? അല്ല, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ടോ? നല്ലൊരു ഭരണം കാഴ്ചവെച്ച പാർട്ടിയാണ് ആര്? പുള്ളിയാണ്. ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഒരുപക്ഷെ ഉണ്ടാവാം. എന്തുകൊണ്ടാണ് ഉണ്ടാവാം എന്ന് പറയുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം നല്ല രീതിയിലായിരുന്നു. അതുകൊണ്ട് ഉണ്ണിയാടനെ എനിക്ക് ഇഷ്ടമാണ്. ഉണ്ണിയാടൻ സാറിന്റെ ഉണ്ണിയേട്ടന് ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് ഉണ്ണിയേട്ടന് ഇഷ്ടപ്പെടാൻ കാരണം? ആളുടെ ഭരിച്ചിരുന്ന സമയത്ത് നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹം വന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ആളിവിടെ പ്രവർത്തിച്ചിരുന്നത് നല്ല രീതിയിലായിരുന്നു. എന്തുകൊണ്ടാണ് ഇല്ലാന്ന് പറയുന്നത്? ഇവിടെ ഇടതുപക്ഷത്തിന്റെ വികസനം ഇവിടെ നല്ലോണം അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല. ഞാനങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ അത്ര കൂടുതൽ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. താങ്കളുടെ കാഴ്ചപ്പാടില് അതാണ് പറഞ്ഞത്. ഞാൻ ഒന്നാതിൽ ഞാനിപ്പോ ഗൾഫിൽ നിന്ന് കൂടെ വന്നതാണ്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഞാൻ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ അങ്ങനെ കൂടുതൽ ഇടപെടാറില്ല. തീർച്ചയായിട്ടും നിന്നുകൊണ്ടാ പറയുന്നത്? ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട. ആണോ? അതുകൊണ്ടാണോ പറയുന്നത്? 100% ജയിക്കുക. അതെന്തുകൊണ്ടാ 100% പറയുന്നത്? ആള് അതുപോലത്തെ വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആള്. ജയിക്കുവോ? ജയിക്കും. ജയിക്കുന്ന തോന്നലുണ്ട്. അതെന്തുകൊണ്ടാ അങ്ങനെ തോന്നുന്നേ? ആളെ ആദ്യകാലങ്ങളിലൊക്കെ ഇതിനനുസരിച്ച് നിന്നാ ജയിക്കുന്നതാണ്. ആണോ? സാധ്യത ഇല്ല. എന്താ കാരണം വെച്ചാല് ഇപ്പോഴത്തെ MLA പ്രവർത്തനം അത്രയ്ക്കും മികവുറ്റ ഒരു പ്രവർത്തനമാണ്. അതിന്റെ പേരിലാണ് വിജയ സാധ്യത ഇല്ല എന്നുള്ളത് പറയുന്നത്. എന്തുകൊണ്ടാ എന്ന് പറയുന്നത്? നല്ല പ്രവർത്തനമായതുകൊണ്ട്. നല്ല പ്രവർത്തനങ്ങളായതുകൊണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? ഇലക്ഷൻ റിസൾട്ട് ഒന്നും എല്ലാവരും പറ്റും. അനുസരിച്ച് ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇപ്പൊ വന്നിരിക്കുന്ന ഭരണാധികാരികൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ആള് മത്സരിക്കുന്നത് ഒരു പരീക്ഷണമായിരിക്കാം. ജയിക്കില്ല പറയാൻ പറ്റില്ല. സാധ്യത കാണുന്നുണ്ട്. സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ടാ പറയുന്നത്? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചാണ് പറയുന്നത്. എനിക്ക് രാഷ്ട്രീയമായിട്ട് അത്ര ബോധമുള്ള ആളല്ല. ബോധമില്ല? പഠിക്കാറില്ല? ഇല്ല. കച്ചവടമായിട്ടാണ്. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഒരു പാർട്ടിയുടെ കാര്യം അറിയില്ല. ആണോ? ഞാൻ അങ്ങനെ തന്നെയാ. കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട്. ആണോ? രാഷ്ട്രീയം നോക്കാറില്ല? ജയിക്കാൻ സാധ്യത 2 പ്രാവശ്യം ആള് തോറ്റതാണ്. അതിന്റെ പേരിൽ ഇനിയിപ്പോ ജയിക്കുമെന്ന് പറയാറായിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ സിറ്റുവേഷൻ അങ്ങനെ നിൽക്കണേ. ഓക്കെ, അവിടെ വരും. തോമസ് കെ ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവച്ചത്. ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.